മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കണേ. ടേസ്റ്റ് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഗൈസ് ഇതാട്ടോ നമ്മളെ ഇൻഗ്രീഡിയൻസ്: തേങ്ങ, മാങ്ങ, ജീരകം, ശർക്കര, പച്ചമുളക്, പിന്നെ കരിവേപ്പിൻ്റെ ഇല, തൈര്. അപ്പോൾ ഗൈസ് നമ്മൾ ശർക്കര വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ, ഉരുക്കുകയാണ്. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കുക കേട്ടോ. ഇത് അല്ല വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി പണികളിലോട്ട് പോകും. ഇപ്പം നമ്മളെ ശർക്കര വെള്ളം നമ്മൾ അരിപ്പ കൊണ്ട് അരച്ച് തീക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മാങ്ങ ഇടാം. ഇപ്പം നമ്മൾ ശർക്കര വെള്ളം വേറെ പാനിലോട്ട് മാറ്റിയിട്ട് അതിക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ മാങ്ങ ഒരു വേറെ ബൗളിലോട്ട് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അടുത്തത് കുറച്ച് മുളക് പൊടി, ഒരു എരുക്ക് പാകത്തിനുള്ള കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ഇട്ടിട്ടുണ്ട്. നമ്മളിട്ട മുളക് പൊടി കാശ്മീരി കേട്ടോ, അപ്പം അധികം എരുണ്ടാകത്തോണ്ട് കുറച്ച് തോനെ ഇട്ടുന്നുള്ളൂ. പിന്നെ നമ്മളത് അതിലേക്ക് ഉപ്പിട്ടെടുക്കണം. ഉപ്പിട്ടു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. മുളക് പൊടി ഉപ്പൊക്കെ മിക്സ് ആയിട്ട് ഞങ്ങളിത് ഉണ്ടാക്കണം നോക്കിക്കാണേ. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ പച്ചമുളക് ഇടലും കഴിഞ്ഞിട്ട് ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ശർക്കര വെള്ളമൊക്കെ ഒന്ന് മാങ്ങയിലോട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് നമ്മളെ ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിലോട്ട് നമ്മൾ നാളികേരം ഒരു മുറി, പിന്നെ ഇതിലോട്ട് നല്ല ജീരകം ഇട്ടെടുത്തിട്ടുള്ളത്, പിന്നെ നമ്മളിതിലോട്ട് തൈര് ഇട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. തൈരും നാളികേരമൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു അരപ്പ്. അപ്പോൾ നമ്മളെ മാങ്ങ നല്ലതുപോലെ മാങ്ങൻ്റെ ഉള്ളിലോട്ട് ശർക്കര വെള്ളമൊക്കെ പിടിച്ചിട്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ഇത് മാങ്ങ ഉടഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ തേങ്ങേൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങേൻ്റെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്യാമറൻ്റെ ക്ലിയർ കൊണ്ട് കേട്ടോ വൈറ്റ് കളറായിട്ട് തോന്നുന്നു. ഇത് മഞ്ഞ കളറാണ്. അപ്പം നമ്മളിപ്പോൾ ഒഴിച്ച് തേങ്ങേൻ്റെ അരപ്പ് ഈ മാങ്ങയിലോട്ട് നല്ല പിടിക്കാൻ നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് കാത്തിരിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് വറവ് ചെയ്യാനുള്ള സംഭവത്തിലോട്ട് കിടക്കും. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് വറ്റൽമുളക് ഇട്ടിട്ടുള്ളത്, കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടാണ്, പിന്നെ മുളക് പൊടി, ഇനി എന്താ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ നമ്മൾ വറവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇതൊക്കെ ഒന്ന് വരാനും ചൂടാറിയാനൊന്ന് കുറുകിയൊക്കെ വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയി കിട്ടും കേട്ടോ. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് 3 മണിക്കൂറിന് ശേഷം നമ്മളെ മാമ്പഴ പുളിശ്ശേരി ടേസ്റ്റ് ചെയ്യാൻ പോകട്ടെ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാം. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നല്ല പാകത്തിന് സംഭവങ്ങളൊക്കെ ആയിട്ട് എരിവും പുളിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ഗൈസ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.